പൊറോട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മൈദ മാവ് എടുക്കാം. അതിനകത്തോട്ട് ഉപ്പാണ് ഇപ്പോൾ ഇട്ടത്. ഇനി അതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുക്കാം. ഇനി അത് വെള്ളം കൂട്ടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒരുമിച്ചൊഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് അതിന് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചൊഴിച്ച് അത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. വെള്ളം കൂടിപ്പോകാതെ നല്ലോണം ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ. ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ നമുക്കത് അതിനകത്തുനിന്ന് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒരു സ്ലാബിൽ വെച്ച് ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ നല്ലോണം കുഴച്ചെടുക്കണം. ഇതിങ്ങനെ എത്ര ചെയ്യുന്നോ അത്രയും നമ്മുടെ പൊറോട്ട സോഫ്റ്റായി കിട്ടും. ഇനി അതിനെ ഇതുപോലെ ഒരു ബോൾ ഷേപ്പിൽ ഇങ്ങനെ ആക്കി കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് നമുക്കതൊന്ന് സെറ്റാക്കി വെക്കാം. ഒരു നനഞ്ഞ തോർത്തും കൊണ്ട് അത് മൂടിയിടാം. എന്നിട്ട് ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കത് ഇങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഓരോ ബോളുകളായിട്ട് ചെറിയ ചെറിയ ബോളുകളായിട്ട് നമുക്കതിനെ ആക്കിയെടുക്കാം. എന്നിട്ട് അതിങ്ങനെ ഓരോ ബോളുകളായിട്ട് എടുത്ത് കൈ കൊണ്ട് കുറച്ച് ഇങ്ങനെ ഡാൽഡയാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. ഡാൽഡ കൂട്ടി ഒന്ന് പരത്തി പിന്നെ ഈ പൊറോട്ട വീശിയെടുക്കുന്ന ഈ വീഡിയോ കാണുന്നത് പോലെ ഇതിങ്ങനെ പരത്തിയിട്ട് നമുക്കിങ്ങനെ വീശി അത് നല്ലവണ്ണം പരത്തിയെടുക്കാം. എത്രത്തോളം നമുക്കത് വീശിയടിക്കാൻ പറ്റുമോ അത്രയും പൊറോട്ട സോഫ്റ്റായി കിട്ടും. പൊട്ടിപ്പോകാതെ എത്രത്തോളം നൈസായിട്ട് നമുക്ക് വീശാൻ പറ്റുമോ അത്രയും നൈസാക്കി എടുക്കണം. അത്രയും ആയതിനു ശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് ചുരുട്ടി ഈ ഒരു ഷേപ്പിലാക്കി മാറ്റി വെക്കാം. ഇനി അത് ഓരോന്നും ഇങ്ങനെ എടുത്ത് അത് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി നമുക്ക് ചുട്ടെടുക്കാം. അത് വേണമെങ്കിൽ ചപ്പാത്തി പലക കൊണ്ട് വേണേൽ പരത്തിയെടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇതിങ്ങനെ പരത്തിയെടുക്കാം. ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരത്തി ദോശക്കല്ലിലിട്ട് ചുട്ടെടുക്കാം. രണ്ട് വശം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ചുട്ടെടുക്കാം. അതിനെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് രണ്ട് കൈ കൊണ്ടും അതിനെ ഇങ്ങനെ നല്ലോണം തല്ലി ഉടച്ചെടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം.